പക്ഷേ ഈ സ്നേഹിക്കുന്ന കാലയളവിൽ ഇവർ കുറേ ഹിന്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. അതായത് ഇത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇയാളൊരു നാർസിസ്റ്റ് ആണെന്ന്. നാർസിസ്റ്റിന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ചീറ്റിംഗ് ആണ്. ഈ നാർസിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ഇമേജ് ഉണ്ടാക്കും. ഇങ്ങനെ ഇയാള് ഈ ഒരു പെൺകുട്ടിയെ മാത്രം സ്നേഹിക്കുന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കും. അതേപോലെ തന്നെ സെയിം ടൈം വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കും. ആ സമയത്ത് അവിടെയും ഇതേ ഇമേജ് തന്നെ ഉണ്ടാക്കും. എന്താ അവളെ മാത്രമുള്ള അവളത്രയും വിശ്വാസം ജനിപ്പിക്കുക. അവളില്ലാതെ ഇയാൾക്ക് ജീവിക്കാൻ പറ്റില്ല, അവളാണ് എല്ലാം, നാളെ കല്യാണം കഴിക്കും, തുടർന്നുള്ള ജീവിതം, എല്ലാ സ്വപ്നം. അതേസമയം തന്നെയാണ് മറ്റു പല പെണ്ണുങ്ങളോടും പെണ്ണുങ്ങളോട് ഏത് തരം പ്രായക്കാരോടും ഇയാൾ അതിർവിട്ടൊരു ബന്ധം സൂക്ഷിക്കും. അതിർവിട്ട ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി കടന്നിട്ടുള്ള ഒരു ബന്ധമായിരിക്കും നാർസിസ്റ്റ് എപ്പോഴും സൂക്ഷിക്കുന്നത്. അവരുടെ എല്ലാ ബന്ധങ്ങളിലും കാണാൻ അവർക്ക് ബൗണ്ടറി ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ഓരോ സ്ത്രീകളും വിചാരിക്കും, ഇപ്പൊ ഒരു നാർസിസ്റ്റിക് പുരുഷന്റെ കാര്യമാണ് വിചാരിക്കുക, ഓരോ സ്ത്രീകളും വിചാരിക്കുന്നത് ഞാൻ മാത്രമല്ല അവളുടെ ലൈഫിൽ. പക്ഷേ നിങ്ങൾ ആരും അറിയുന്നില്ല, ചങ്ങല പോലെ അത്രയും ആളുകൾ ഉണ്ടാവും. അത് മാത്രം സ്നേഹിച്ച് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു ഡിസോർഡർ ആണത്, അവർക്കത് മാറ്റാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് നിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ പറയുന്ന എന്തെങ്കിലും ഇവരിലുണ്ടോ അവർ ഹിന്ദു ഇട്ടുകൊണ്ടിരിക്കും. കാരണം ഇത്രയും പേരായിട്ട് ബന്ധമുള്ളപ്പോൾ എപ്പോഴെങ്കിലും ഫോണിൽ കോളുകൾ വരാൻ, എന്തെങ്കിലും കാണാൻ, ഫോണിൽ മെസ്സേജുകൾ കാണാൻ, എന്തെങ്കിലും സംഭവിക്കും. ആൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ, കാണാതിരിക്കാൻ, എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും, ഒരാൾ പെട്ടെന്ന് തന്നെ കാണാതെ ഒരു ദിവസം ഉണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളിത് കറക്റ്റ് നോട്ട് ചെയ്തിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യണം. ഇയാളെ ബൗണ്ടറി ഭേദിക്കുന്ന ആളാണോ, പിന്നെ ഇയാൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന ആളാണോ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളച്ചൊടിച്ച് കുറ്റം മുഴുവൻ നിങ്ങൾ ചാർത്തുന്ന ആളാണോ, പിന്നെ ഇയാള് നിങ്ങളിൽ നിന്ന് ക്യാഷൊക്കെ കൈപ്പറ്റാറുണ്ടോ, അതുപോലെ തന്നെയാണ് ഫിസിക്കലി ചൂഷണം ചെയ്യുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ 100% ഉറപ്പിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാർസിസം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ ഇയാളെ ഇനി എത്ര മടങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാലും അയാളെ നിങ്ങളിലേക്ക് മാത്രം ഒതുക്കുന്നതാണ് ഒരിക്കലും കഴിയില്ല. ഇതൊരു ഡിസോർഡർ ആണ്. ഈ ഡിസോർഡറിന്റെ പ്രത്യേകത ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ എന്നുള്ളത് മാത്രമാണ്. പിന്മാറാൻ പറയാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയും നല്ലതാണല്ലേ പിന്മാറിയിട്ട്. ഇയാൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇയാൾ നിങ്ങളോട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇയാളുടെ റിവെഞ്ച് കാണിക്കാനെങ്കിലും ജീവിച്ചോട്ടെ, പ്രതികാരം കാണിക്കാനെങ്കിൽ ഇയാളെ തോപ്പിക്കാനെങ്കിലും വേണമെങ്കിലും ജീവിക്കാമല്ലോ. നല്ല ഇവരോട് കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു റിവെഞ്ച് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഇവരില്ലാതെ ഏറ്റവും വളരെ നന്നായിട്ട് ഏറ്റവും സന്തോഷമായിട്ട്, നിങ്ങൾ സന്തോഷമായിട്ട് കാണുന്ന ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ട് ഓരോരുത്തരും ജീവിച്ചു കാണിക്കണം. നാർസിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ